ഹായ് ഫ്രണ്ട്സ്, നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വേൾഡ് മദേഴ്സ് ഡേ എന്നാണെന്ന് നിങ്ങൾക്കറിയാവോ? അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ നിങ്ങൾ എപ്പോഴെങ്കിലും അവരുടെ ബർത്ത്ഡേക്കോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ദിനത്തിൽ നിങ്ങൾ വിഷ് ചെയ്തിട്ടുണ്ടോ? അവർക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു ആഹാരം നിങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യാത്തത്? നമ്മുടെ പുതിയ തലമുറയെ കാണുമ്പോൾ സത്യത്തിൽ പേടിയാവുകയാണ്. ഞാനും ഒരമ്മയാണ്. നാളെ എൻ്റെ കുഞ്ഞുങ്ങളും എങ്ങനെയാകും എന്നൊരു ടെൻഷനാണിപ്പോൾ. കാരണം ഈ വേൾഡ് മദേഴ്സ് ഡേക്ക് എൻ്റെ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളോട് ഞാൻ പേരൻസിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞതാണ്, അവരെനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ല, അവർക്ക് ഞാൻ എന്തിനാണ് വാങ്ങിക്കൊടുക്കുന്നത്, അവരെപ്പോലൊരു വൃത്തികെട്ട സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. സ്വന്തം അമ്മയെ പറഞ്ഞതാണ്. ആ കുഞ്ഞിനെ, ആ പറഞ്ഞ വ്യക്തിയെ 9 മാസം ചുമന്ന് അവരുടെ ആ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന വേദനകളും മാനസിക സംഘർഷങ്ങളും എല്ലാം, അതൊക്കെ ഒരു സ്ത്രീക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇത് കേൾക്കുന്ന സ്ത്രീകൾക്കത് മനസ്സിലാവുന്നുണ്ടായിരിക്കും, കണക്റ്റ് ആകും. ആ ഒരു സങ്കടാവസ്ഥയിലൂടെ പോയി ആ ഒരു കുട്ടിയെ വളർത്തി വലുതാക്കുക എന്ന് പറയുന്നതിലും ഒരമ്മയുടെ പങ്ക് വളരെ വലുതാണ്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ അമ്മമാരാണ്, അച്ഛന്മാർ അതിനകത്ത് പങ്കില്ല എന്നല്ല, കൂടുതലും അമ്മമാർക്കാണ്. അതൊരു കുട്ടി നശിച്ചു പോയാൽ എന്താണ് പറയുന്നത്? അമ്മയുടെ വളർത്തുദോഷം. കുട്ടി നന്നായാലോ അത് വീട്ടിലെ കുടുംബക്കാരുടെ ഒക്കെ ഗുണമാണ് കാണിക്കുന്നത്, അല്ലേ? ഇപ്പം എങ്ങനെ വന്നാലും എന്ത് വന്നാലും അമ്മയ്ക്കാണ് കുഴപ്പം. ആ അമ്മയെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾക്ക് 20 വയസ്സ്, 30 വയസ്സ്, 40 വയസ്സായിക്കോട്ടെ, പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങളുടെ അമ്മയെ നിങ്ങൾ സ്നേഹത്തോടൊന്ന് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്നേഹത്തോടൊന്ന് അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടോ? അമ്മ എന്നൊരു വാക്കൊഴിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് സ്നേഹത്തോട് ചോദിച്ചിട്ടുണ്ടോ? അമ്മേ, ഫുഡ് കഴിച്ചോ? സമയത്തിന് കഴിക്കണേ, ആഹാരം കഴിക്കണേ. നിങ്ങളുടെ അമ്മ എത്ര വട്ടം ഒരു ദിവസം ഫോൺ ചെയ്യും? നിങ്ങൾക്കത് ശല്യമാണല്ലേ? നിങ്ങൾക്കത് എപ്പോഴും ശല്യമാണ്. അമ്മ എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്? അരമണിക്കൂർ മുമ്പ് വിളിച്ചല്ലോ, ഇപ്പം എന്തിനാണ് ഈ വിളിക്കുന്നത്? അവരുടെ ആദിയാണ്, അവരുടെ ടെൻഷനാണ്. എൻ്റെ കുഞ്ഞ് പുറത്താണ്, എൻ്റെ കുഞ്ഞ് എങ്ങനെയാണ്, എൻ്റെ കുഞ്ഞ് കഴിച്ചോ, എൻ്റെ കുഞ്ഞിപ്പോൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഇപ്പം എങ്ങനെയാണ്, എവിടെയാണ്? അവരുടെ സ്നേഹമാണത്. അവർക്ക് സ്നേഹമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് വിളിക്കുന്നത്? രാവിലെ അഴിച്ചങ്ങ് വിട്ടാൽ പോരെ? എന്തെങ്കിലും ആവട്ടെ, എവിടെയെങ്കിലും പോട്ടെ, വേണമെന്ന് തിന്നട്ടെ, അല്ലെങ്കിൽ ജീവിക്കണ്ട. അവർ ഓരോ വട്ടം വിളിക്കുമ്പോഴും നിങ്ങൾ അവരുടെ അടുത്ത് ദേഷ്യപ്പെടുന്നതല്ലാതെ അവരോടൊന്ന് സ്നേഹത്തോടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, അമ്മ എല്ലാം ശരിയാണ്, ഞാൻ ഓക്കെയാണ് അമ്മ ടെൻഷൻ അടിക്കണം, ആഹാരം കഴിക്കുമ്പോൾ കിടന്നുറങ്ങിക്കേ എന്നൊന്ന് സ്നേഹത്തോടെ എത്ര പേര് നിങ്ങൾ പറയും? ഒന്ന് കമൻറ്റ് ചെയ്യണം, എനിക്കൊന്നും അറിയാനോ നിങ്ങളിൽ എത്ര പേര് ഇത് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഇനി ഇതൊരു പുതിയൊരു അറിവായിട്ടെടുത്തുകൊണ്ട് ഒരു നേരം, ഡെയിലി ഒരു നേരമെങ്കിലും നിങ്ങളുടെ അമ്മയുടെ അടുത്ത് ആഹാരം കഴിച്ചോ അമ്മേ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഓക്കെയാണോ, അമ്മയുടെ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടോ, ആശുപത്രിയിൽ പോകണോ, അമ്മയ്ക്ക് ശരീരത്തിന് സുഖമുണ്ടോ, വയ്യേ എന്നൊക്കെ ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ചോദിക്കൂ. കമൻറ്റ് ബോക്സിൽ പറയുക. ബൈ.